ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു സർപ്രൈസിങ് വ്ളോഗായിട്ടാണ്. ഇന്ന് നമ്മുടെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. സോ നമ്മൾ ഇന്ന് സർപ്രൈസ്ഡ് ആയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഇങ്ങനെ വരുന്നുണ്ട് എന്താന്നുള്ളത്. എന്താ സംഭവം അറിയാം ഉമ്മക്ക്? അറിയില്ല. വാപ്പ ആദ്യം പറഞ്ഞു കയ്യെടുത്തോ. സോ വാപ്പ വിഷ് ചെയ്തിട്ട് നമ്മൾ സർപ്രൈസ് പൊളിക്കാണ് ചെയ്തത്. അങ്ങനെ വാപ്പ ബർത്ത്ഡേ വിഷസ് കൊടുത്ത് അപ്പോൾ വാപ്പാൻ്റെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ വാപ്പ കൊടുത്തു. ഗൈസ്, അങ്ങനെ വാപ്പാൻ്റെ വിഷിങ് കഴിഞ്ഞെങ്കിൽ ഞാനും ബർത്ത്ഡേ വിഷ് ചെയ്തു. അങ്ങനെ നമുക്ക് ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. സോ നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കിടന്നു. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അവനെ ഞാൻ സന്തോഷിന് കേക്ക് ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. ഞാനും ഉമ്മയും ഇപ്പയും മാത്രം ആയതുകൊണ്ട് എന്ത് ചെയ്തു, ചെറിയൊരു 1/2 kg കേക്ക് മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സോ നമുക്കിനി ഇത് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതേപോലെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ മക്കളെല്ലാവരും കൂടി ഒരു ചുരിദാർ എടുത്തു കൊടുത്തതാണ് കോട്ടൻ്റെ. മകൾക്ക് കോട്ടൻ്റെ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കൊടുത്ത് എല്ലാവരുടെ വായിക്കും കൊടുത്തു. ആദ്യം വാപ്പാൻ്റെ വായിക്കും, വാപ്പ അങ്ങോട്ടും. ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു വാപ്പാക്ക്. ആദ്യം വാപ്പാക്ക് കൊടുക്കാൻ വേണ്ട, ഉമ്മ കഴിക്കാൻ വേണ്ട എന്നുള്ളത്. അങ്ങനെ വാപ്പ എന്ത് ചെയ്തു, വാപ്പ ഞാനല്ലേ ആദ്യം കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ അവരെ സ്നേഹപ്രകടനം കഴിഞ്ഞു. ലാസ്റ്റ് എനിക്കും വായിൽ വെച്ചെന്ന് നമ്മൾ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. സോ അപ്പം നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു സർപ്രൈസിങ് വ്ളോഗായിരുന്നു. ഉമ്മക്ക് എന്തായാലും ഹാപ്പിയായി. നമ്മളെ ഉമ്മാൻ്റെയൊക്കെ സന്തോഷമാണല്ലോ നമ്മളെ വലുത്. സോ ഉമ്മ ചുരിദാർ അൺബോക്സ് ചെയ്യുന്നുണ്ട്. സോ ചുരിദാർ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് എടുത്തതായിരുന്നു. ഭയങ്കര മഴ ആയതുകൊണ്ട് പെട്ടെന്ന് സെലക്ട് ചെയ്തതാണ്. എത്രത്തോളം ഇഷ്ടമാവും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എനിവേ നമ്മൾ ഇഷ്ടമായോ ഇല്ലേന്നല്ലല്ലോ, നമ്മളൊരു ആ പ്രസൻസിനാണല്ലോ ഇമ്പോർട്ടൻറ്റ്. സോ എന്തായാലും ഇമ്മക്കെല്ലാം ഇഷ്ടമായി എന്ന് പറഞ്ഞു. നല്ല ഇഷ്ടമായി. നല്ല അടിപൊളി കോട്ടൺ ചുരിദാറായിരുന്നു ഗൈസ്. ഉമ്മ കുറേ ആയി ഇങ്ങനെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. സോ ഫൈനലി ആഗ്രഹം നമ്മൾ സഫലീകരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഉമ്മ നല്ല ഹാപ്പിയാണ്. നമുക്കിപ്പോൾ അതൊക്കെ തന്നെയല്ലേ വേണ്ടത്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് വേണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇമ്മ എന്തായാലും നല്ല ഹാപ്പിയാണ്. വാപ്പ എന്തൊക്കെയാണ് പിച്ചുമായി പറയേണ്ടത്, അതാണ് എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണുന്നത് ഗൈസ്. സോ എന്തായാലും ഉമ്മ നല്ല ഹാപ്പിയാണ്. നമുക്ക് വാപ്പ അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേ ഒന്നും ആരും ഓർത്തില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് വാപ്പാക്കൊരു സർപ്രൈസ് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഉമ്മ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഉമ്മക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഇതുവരെയായിട്ടും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റി ആയിരുന്നു മമ്മി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും പരിപാടി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ വരെ ബൈ.